NLP എന്ന് പറഞ്ഞാൽ ചിന്തകളെ മാറ്റുന്ന ഒരു സംവിധാനമാണ്, അത്രയേ ഉള്ളൂ. എന്തിനാ ചിന്തകളെ മാറ്റുന്നത്? ഇപ്പോൾ ഉള്ള ചിന്തകൾ കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ചിന്തകളെ മാറ്റിയിട്ട് പുതിയ ചില ചിന്തകളെയൊക്കെ സ്ഥാപിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരിപ്പോൾ ചിന്തയുണ്ട്, അത് നിങ്ങൾക്കൊരു സങ്കടമോ ദേഷ്യമോ വെറുപ്പോ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ചിന്ത അങ്ങ് കയറ്റി വെച്ചാൽ മതി, തീർന്നു. പക്ഷെ എന്നിട്ട് എന്തേ മാറാത്തത്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഈ ചിന്തകൾ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? കോൺഷ്യസ് മൈൻഡിലാണ്. കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന ചിന്തകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ചിന്തകൾ നിങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കും. ഞാൻ മാറില്ല മാറില്ല എന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കും. നിങ്ങളുണ്ടാക്കിയ ചിന്തകളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സമ്മതിക്കുക. അതിനെ സമ്മതിപ്പിച്ചെടുത്തിട്ട് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആ ചിന്ത നമ്മുടെ അടിമയായി, പിന്നെ എങ്ങോട്ടും അവൻ പോകത്തില്ല. അവൻ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. മുകളിൽ കടന്നു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക്. കാര്യം ആദ്യമൊക്കെ പറയും കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ സംഗതിയോട് അടക്കുമ്പോൾ ഇദ്ദേഹം വീട്ടിലെ കാര്യം പറയുന്നില്ല. വീട്ടിൽ ഇപ്പോൾ 5-8 മെമ്പേഴ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോ. എല്ലാവരും കൂടെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുന്നു. എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെ മെയിനായിട്ടുള്ള ആളെ എടുത്തെന്ന് കൂട്ടിക്കോ, സമ്മതിച്ചു. കുറച്ച് കഴിയുമ്പം ഒരു മകൻ പറയോ, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അകത്ത് കിടന്നിട്ടാണ് ശല്യം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് NLP ഒക്കെ എത്ര പഠിച്ചാലും അത് നമ്മളിൽ മാറ്റം വരുത്തിയില്ലാത്തത്. അപ്പൊ അതിനകത്ത് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ വന്നിരിക്കുന്ന പോലെ റെഗുലറായിട്ട് വീണ്ടും 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 അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഫ്രീക്കകത്ത് ജനറലായിട്ട് നമ്മളങ്ങ് പറഞ്ഞ് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യണം. അപ്പൊ പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ നമ്മുടെ ചിന്തകളാണ്. ഇന്നത്തെ ടോപ്പിക്ക് NLP, എ സൊല്യൂഷൻ ഫോർ ഹർട്ട് ഫീലിംഗ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഹർട്ട് ഫീലിങ്ങിനുള്ള ഒരു സൊല്യൂഷനാണെന്ന് നമ്മൾ ധാരാളം ഹർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലേ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നോബഡി ക്യാൻ ഹർട്ട് യു വിത്ത് യുവർ പെർമിഷൻ. ഇത് ഞാൻ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന. എന്ന് പറഞ്ഞാൽ ഞാൻ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്, കൃത്യമായിട്ട് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് നീ. അല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പം നിന്നെ ആർക്കും ഹർട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. വിത്തൗട്ട് യുവർ പെർമിഷൻ. നീ സമ്മതിക്കണം. നീ സമ്മതിച്ചെങ്കിൽ മാത്രമേ നിന്നെ ഹർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ ഹർട്ട്. ഞാൻ എന്നെപ്പറ്റി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇമേജ്? ഐ ആം സംതിങ്, അല്ലേ? ഒരു ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ പോലെയാണ്. അത് നിറച്ച് കാറ്റടിച്ച് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒരു സൂചി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പറഞ്ഞാൽ നമ്മുടെ ഹർട്ടായി. അതാണ് പറയുന്നത്. ഈ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ചിന്തകളാണ്. 100,000 ചിന്തകൾ കൊണ്ട് ഒരു വലിയൊരു ബലൂൺ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ സഞ്ചരിക്കുകയാണ്. ആരെങ്കിലും ഒരു സൂചി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടി നിങ്ങൾ തീർന്നു. യു ആർ ഹർട്ട്. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂട്ടമാണ്. എന്താണ്? ഐ ആം സംതിങ്. എന്താണ് സംതിങ്? പറയാമോ? ഞാൻ എന്തൊക്കെയോ ആണ്, അല്ലേ? ഞാൻ വീട്ടിലെ അമ്മയാണ്, അച്ഛനാണ്, ഞാനൊരു സാറാണ്, അതാണ്, അതാണ്, ഇതാണ്. ഇങ്ങനെ ഒത്തിരി ചിന്തകൾ കൊണ്ട് ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിലെ അമ്മയുടെ ചിന്ത എന്നാന്ന് വെച്ചാൽ ഞാൻ അമ്മയാണ്, അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പറയുന്ന അനുസരിക്കണം, ഒരു ചിന്തയാണ്. ഞാൻ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യയാണ്, അപ്പോൾ ഭർത്താവ് എന്നെ പരിഗണിക്കണം. പിന്നെ
അമ്മ വെറും അമ്മ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഒരു സ്കൂൾ ടീച്ചറായിരിക്കും, എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കും, ഒരു മെമ്പറായിരിക്കും. അപ്പോൾ വിവിധ സംഗതികളിൽ ചിന്തകൾ കൊണ്ട് നടക്കുന്നു. ഞാൻ അതാണ് ഇതാണ്, അതുകൊണ്ട് എനിക്ക് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം, എന്നെ ബഹുമാനിക്കണം. ഇതാണ് ചിന്തകൾ എന്ന് പറയുന്നത്. ഈ നമ്മളെ ബഹുമാനിക്കുന്നതിൻ്റെ എന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് നമുക്ക് ഫീൽ ആകുന്നത്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹർട്ടായി, ഒഫൻഡഡ് ആയി. ഞാൻ ഇത്ര വലിയൊരാളായിട്ട് ഞാൻ ഒരാൾക്ക് അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ചയാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അപ്പോൾ ഹർട്ടായി. ഇല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അയാൾ തിരിച്ച് ഉപകാരം ചെയ്തില്ലെന്ന് തന്നെയല്ല എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഹർട്ടാകുന്നത്. ഒരു ചിന്തയില്ലെന്ന് വെക്കുക, എനിക്ക് എന്നെപ്പറ്റി ഒരു ചിന്തയില്ല, ഐ ആം നോബഡി, ഇല്ലേ? ഞാൻ നോബഡിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുള്ളത് കൂട്ടിക്കോ, പക്ഷെ എനിക്ക് യാതൊരു ചിന്തകളും ഇല്ല. എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് കൊടുക്കണമെന്ന് ഞാൻ ഗുഡ് മോർണിംഗ് കൊടുത്തു, അയാളിങ്ങോട്ട് തന്നില്ലെന്ന് നമുക്ക് പ്രശ്നമല്ല. എൻ്റെ മകൻ അല്ലെ മകള് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അമ്മ എടി അത് ചെയ്യ് അല്ലെ ഇത് ചെയ്യെന്ന് പറഞ്ഞു, അവര് ചെയ്തില്ല അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ചിന്തകളും കൊണ്ടു നടക്കുന്നില്ല. ഞാനാ ഭാര്യയാണ്, ഓക്കെ, ഞാൻ വെറും ഒരു ഭാര്യ മാത്രമാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഭർത്താവ് എന്നെ ബഹുമാനിക്കണമെന്നോ ഞാൻ പറയുന്ന പോലെയൊക്കെ ഭർത്താവ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പുള്ളിക്ക് സൗകര്യമുണ്ട് ചെയ്തു. ഞാൻ എൻ്റെ മുകളിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചിന്തകളെല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹർട്ടാകുന്നത്. ഈ ചിന്തകളെല്ലാം കൂടെ കൂടി കിടക്കുന്നതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ NLPയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ചിന്തകളെ മാറ്റിയിട്ട് പുതിയ ചിന്തകളെ എന്നു പറഞ്ഞാൽ ആ ചിന്തനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പുതിയ ചിന്തകൾ കൊണ്ടുവരണം. എന്നിട്ട് ആ ചിന്തകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചിന്ത പറന്ന് പൊക്കോളും. വളരെ സിമ്പിളാണ്. നിങ്ങളെ ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പം അത് മാറ്റിത്തരാം. ഇപ്പം ആർക്കെങ്കിലും ഹർട്ട് ഫീലിംഗ് തോന്നാറുണ്ടോ? ഒന്നെങ്കിൽ നിങ്ങളുടെ എന്താണെന്ന് കൃത്യമായിട്ട് പറയണ്ട, ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം നടന്നില്ല, പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാണ്ട് വരുമ്പോഴാണല്ലോ ഹർട്ടാകുന്നത്, അല്ലേ? എന്നെ കളിയാക്കി എന്നുള്ളത് നമുക്കെതിരായിട്ട് എന്തോ പറഞ്ഞു, എടി നിന്നെ എന്തിനു കൊള്ളാം, യു ആർ എ യൂസ്ലെസ് ഗൈ, യു ആർ എ ഫൂൾ, യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നാരെങ്കിലും പറഞ്ഞെന്ന് കൂട്ടിക്കൂ. അപ്പം ഐ ആം സംതിങ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഗുഡ് ഫോർ നത്തിങ് എന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഓൾറെഡി നത്തിങ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവർ നത്തിങ് ആണെന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പമിരിക്കുന്നത്, ഐ ആം നത്തിങ്, തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. നമ്മളൊരു ചിന്തകളും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തകൾ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. ജോലി ചെയ്യാൻ നമ്മൾ പ്രത്യേക ചിന്തകൾ വല്ലതും കൊണ്ട് നടക്കണം, അവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഈ ചിന്ത കൊണ്ട് നടക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹർട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തനെയാണ് ഹർട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളെ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. അപ്പം നിങ്ങൾ എപ്പോഴും യു ഫെൽറ്റ് ഹർട്ട്, എപ്പോഴും ഹർട്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴേ സ്വയം പറയണം, എന്നെ അല്ല ഹർട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ചിന്തകളെയാണ്. അപ്പം ആ ചിന്തകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ചിന്തനെ റീപ്ലേസ് ചെയ്യും. അത്രയേ ഉള്ളൂ NLP. അപ്പം എന്തുകൊണ്ട് ഇത് ഭരിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളെല്ലാം കിടക്കുന്ന കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്നെ പറ്റിയുള്ള ചിന്തകൾ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങിയിട്ട് വേണം അതിനെ ക്യാൻസൽ ചെയ്യാൻ. അതാണ് വലിയ പണിയാന്ന് പറയുന്നത്. ദാറ്റ് വിൽ ടേക്ക് ടൈം.
ഇതാരും പറഞ്ഞു കൊടുക്കല്ല. അറിയത്തില്ല എനിക്കറിയത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ചിന്തകളെല്ലാം കിടക്കണം. ഐ ആം സംതിങ് എന്നുള്ള ഞാൻ എന്താണോ, ഞാനൊരു അമ്മ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഞാനൊരു പോളിടെക്നിലെ ടീച്ചർ എന്നുള്ള ചിന്ത കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ ചിന്തനെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. അപ്പം അതിനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അതിനെ എടുത്ത് മാറ്റിയിട്ട് ആ പുതിയ ചിന്തനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് വളർന്ന് സ്ട്രോങ് ആയിട്ട് വന്നു കഴിയുമ്പം ചിന്തകൾ ക്ലിയറായി. അപ്പൊ അതാണ് എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഒരു ഇഷ്യൂ പറയുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. സിമ്പിളാണ്. ഹലോ സർ, പറഞ്ഞോളൂ. ഇന്ന് ആക്ച്വലി എന്റെ ഈഗോ ഹേർട്ട് ചെയ്ത ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വെരി ഗുഡ്. നല്ലൊരു എക്സാമ്പിൾ പറയൂ. ആക്ച്വലി മാറ്റർ പറയണമെന്നില്ല, ചിന്തകൾ മാത്രം പറഞ്ഞാലും മതി. ചിന്ത ഇത്രേ ഉള്ളൂ. എന്നെ ആസ് എ ഹസ്ബൻഡ് അല്ലെ ആസ് എ ഫാദർ എന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ്. എന്നെ വാല്യൂ ചെയ്തില്ല അല്ലേ? എനിക്ക് എൻ്റെതായ വില കൽപ്പിച്ചില്ല അല്ലേ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതാണ് ആക്ച്വലി ഫീലിംഗ്. എനിക്കൊരു വില തന്നില്ല അല്ലേ? അതെ, അതാണ് ഫീലിംഗ്. അപ്പൊ ഞാനൊന്ന് പിൻ ചെയ്യാണ്. കൈ നേരെ വെച്ചു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അച്ഛൻ എന്നുള്ള നിലയിൽ, അല്ലെ ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് വീട്ടില് എനിക്ക് വില നൽകിയില്ല. അതാണ് ഇപ്പം ഉള്ളിൽ നടന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. എനിക്ക് വില നൽകിയില്ല. മനുവിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് അവർ വില നൽകിയില്ല എന്ന് പറഞ്ഞാൽ മനുവിനോട് ഉള്ളിലൊരു സംസാരം, എടോ മനു തനിക്ക് അവര് വില നൽകിയില്ല എന്നാണ് പറയുന്നത്. അത് പറയുന്ന മനസ്സാണ്. മനുവിന്റെ മനസ്സാണ് പറയുന്നത് മനുവിന് വില നൽകിയില്ല എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം കൊടുത്തേ. മനസ്സാണ് പറയുന്നത് നിനക്ക് വില നൽകിയില്ല എന്ന്. അപ്പോ മനസ്സിനോട് പറയണം നൽകിയോ ഇല്ലയോ എന്നുള്ള പറയണം. മനുവിന്റെ മനസ്സിൽ നിന്ന് ഒരു സംസാരം ഉണ്ടായിരിക്കുന്നു, അവര് നിനക്ക് വില കൽപ്പിച്ചില്ല. ശരിയല്ലേ? അപ്പൊ എന്ന് മനസ്സാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? മനുവിനോടാ പറയുന്നത്. മനുവിന്റെ മനസ്സ് പറയുന്നു മനുവെ നിനക്ക് അവര് വില കൽപ്പിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഉത്തരം കൊടുക്കണം മനസ്സിന്. അല്ല ഇത് വൺ സൈഡഡ് ആയിട്ട് ഇത് തന്നെ അവിടെ കിടക്കും. അതാണ് ഇപ്പൊ പ്രശ്നം. മനുവിന് വില കൽപ്പിച്ചിട്ടില്ല എന്ന് പറയും. എന്ത് പറയുന്നു? അതില് വില കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സ് പറയുന്ന വില കൽപ്പിച്ചിട്ടില്ല. അപ്പൊ മനു പറയുന്നു അല്ല കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇനി ഇത് കണ്ണടച്ചിട്ട് ശ്രദ്ധിച്ച് മനസ്സ് വല്ലതും പറയുന്നുണ്ടോന്ന്. മനസ്സ് പറയുന്ന വില കൽപ്പിച്ചിട്ടില്ല. അപ്പൊ മനു പറയുന്ന വില കൽപ്പിച്ചിട്ടുണ്ടെന്ന്. ഇനി മനസ്സ് വല്ലതും പറയുന്നുണ്ടോ?
മനസ്സ് ശാന്തമായോ? അതേ വല്ലതും പറയുന്നു? മനസ്സ് പറയുന്നത് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇല്ല, ഓവർ തിങ്ക് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. മനസ്സിപ്പോ എന്താ പറയുന്നത്? എന്തിനാണ് ഓവർ തിങ്ക് ചെയ്യുന്നതെന്നാണോ ചോദിച്ചത്? അതെ. ഓക്കെ, അതിന് ഉത്തരം കൊടുക്കുക. ഇപ്പൊ മനസ്സ് ചോദിക്കുന്നു, അവര് വിലയൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നീ ഇപ്പൊ ഓവർ തിങ്ക് ചെയ്യല്ലേ എന്നാണ് ചോദിച്ചത്. അതിന് ഉത്തരം കൊടുക്കുക. ശരിയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറ. എന്റെ കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്, കണ്ണടച്ച് ചാരി തന്നെ ഇരിക്കും. ഇപ്പൊ മനസ്സ് പറയുന്നു, മനു ഓവർ തിങ്ക് ചെയ്യാണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്തെങ്കിലും ഉത്തരം കൊടുക്കുക. ഓവർ തിങ്കിങ് അല്ല, അസംഷൻ. എന്നോട് പറഞ്ഞ്. അസംഷൻ, ആ, ഊഹങ്ങൾ. ഓവർ തിങ്ക് എന്നല്ല, നീ വെറുതെ ഇതൊക്കെ അസ്യൂം ചെയ്യുന്നതാണ്, അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നാണ് മനസ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ശരിയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ അല്ലെന്ന് പറ. അത് എനിക്ക് മനസ്സെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്റെ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു. എന്റെ പ്രീവിയസ് കോൺഷ്യസ് അൺകോൺഷ്യസ് ഒന്നും ഇല്ല. മനസ്സിലൊരു സംസാരം ഉണ്ടായി, എടാ അങ്ങനെയൊന്നും അല്ല, നീ വെറുതെ ഇത് അസ്യൂം ചെയ്യുന്നതാണ് പറഞ്ഞു. അങ്ങനെയല്ലേ ഫൈനലി കിടക്കുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അസ്യൂം ചെയ്താണെങ്കിൽ ആണെന്ന്, അല്ലെങ്കിൽ അല്ലെന്ന് പറ. അസ്യൂം ചെയ്യുന്നത്. ആ, അപ്പൊ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, വെറുതെ എന്റെ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ് എന്ന് മനസ്സിനോട് പറ. അവര് ശരിക്കും എന്നെ വാല്യൂ ചെയ്തിട്ടുണ്ട്, വെറുതെ എന്റെ ഒരു അസംഷൻ മാത്രമാണ് ഇതൊന്നും പറ. ഉം. പറഞ്ഞു. എന്നിട്ട് ഇനി എന്തെങ്കിലും മനസ്സ് പറയുന്നുണ്ടോ എന്ന് നോക്ക്. നീ നിന്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയും പ്രോപ്പറായിട്ട് ചെയ്യുക, ബാക്കി തന്നെ ശരിയായിരിക്കും. ആ, അപ്പൊ അതാണ് ഇപ്പൊ മനസ്സ് ഫൈനലി പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ ചുമതല ചെയ്താൽ മതി, അല്ലാണ്ട് ഈ വില അസംഷൻ നടക്കേണ്ട ആവശ്യമില്ലെന്നാണ് അഗ്രി ചെയ്യുന്നോ? ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മനസ്സിനോട് പറ, നീ ഇപ്പൊ പറഞ്ഞ ശരിയാണ്, ഞാൻ എന്റെ ചുമതല നോക്കി നടന്നാൽ മതി, ഇങ്ങനെ വേണ്ടാതിനൊന്നും അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിൽ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. മനസ്സ് ഹാപ്പിയായോ? ഏയ്, ഏ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ താങ്ക് യു എന്ന് പറ. താങ്ക് യു എന്ന് മനസ്സിനോട് പറ. ഓക്കെ, ഇനി വേറൊരു കാര്യം, കണ്ണടച്ചിട്ടേ ഇരുന്നോളൂ. മനുവിന് എന്തെങ്കിലും വിശ്വാസമുള്ള ആളാണോ? എന്താ സാർ, ഒന്നുകൂടെ പറയോ? ആർ യു ബിലീവർ? ദൈവത്തില് ദേവന്മാരെ ഉണ്ടോ? ഏതാ ഡയറ്റി? ഐ മീൻ അങ്ങനെ ഒരു ഡിവൈൻ ഫോഴ്സിനെ ബിലീവ് ചെയ്യും. ആ, അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചു. ആ ഡിവൈൻ ഫോഴ്സ് മനസ്സിനെ ഒന്ന് ഇമാജിൻ ചെയ്ത്.
ഒരു ഡിവൈൻ ഫോഴ്സ് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്. ശരിയായ ദിശയിൽ സഞ്ചരിപ്പിക്കുന്നത് ആ ഡിവൈൻ ഫോഴ്സ് ആണ്. ആ ഡിവൈൻ ഫോഴ്സിന് നന്ദി പറഞ്ഞ് സോറി ഇതുപോലെ സാർ, ജീവിതത്തിൽ ആക്ച്വലി ഇഷ്യൂസ് ഉണ്ടായി കഴിയുമ്പം നന്ദി പറഞ്ഞോ. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയി, അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ല. ആ ഡിവൈൻ ഫോഴ്സിനെ ആ ഡിവൈൻ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഡിവൈൻ ഫോഴ്സ്. മരിച്ചു കിടത്തിയില്ലേ ഇവിടെ തന്നെ. മനസ്സുകൊണ്ട് ഒരു നന്ദി പറയാനാ പറഞ്ഞ ഡിവൈൻ ഫോഴ്സിനോട്. കറക്റ്റ് ആയിട്ടുള്ള ചിന്തകൾ തന്നേനാ. ഇനി ആ ഡിവൈൻ ഫോഴ്സിന്റെ ബലത്തില് ഈ ചിന്ത എപ്പോഴും മനസ്സിൽ കിടന്നേക്കും. നമ്മൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്താൽ മാത്രം മതി, വെറുതെ ഇങ്ങനെ ചിന്തകളൊക്കെ അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ഓവർ തിങ്കിങ് ആണ് എന്നുള്ള പുതിയൊരു ചിന്ത നമ്മൾ കൊണ്ടുവന്നു. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇൻസ്റ്റാൾ ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഏയ് ഇനി ഇതൊക്കെ ഓഫ് ചെയ്തോ, ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എവിടെ പോയി? അപ്പൊ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായോ സംഗതി എങ്ങനെയാന്ന്? പുതിയൊരു ചിന്ത ഉണ്ടാക്കി അത് അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിന്ത എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണം. എന്നിട്ട് സ്വന്തം കാലം നിൽക്കാനുള്ള ബലമില്ലാത്തവരാണ് അധികം ഡിവൈൻ ഫോഴ്സ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവരെപ്പോഴും ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവരുടെ ജീവിതം തന്നെ നിൽക്കുന്നത്. വേറെ ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല, അവർ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ സ്വന്തം ക്രിയേറ്റ് ചെയ്ത ചിന്തയാണ് എന്നും പറഞ്ഞ് ആ ചിന്ത അവർ കൊണ്ടു നടക്കും. ഞാൻ കൊണ്ട് ഞാൻ വെള്ളം പുതിയ ചിന്ത ഫുൾ ടൈം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നിറച്ചു വയ്ക്കും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഫ്ലാസ്കിലേ ഈ അങ്ങോട്ട് ചിന്ത പോകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. അതിനാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ കുറച്ച് കഴിയുമ്പം വേറെ ചിന്തകൾ വരും. അപ്പൊ ഈ ചിന്ത ഫുൾ ടൈം കൊണ്ടു നടക്കണം. എനിക്ക് വിലയുണ്ട്, ഞാൻ വെറുതെ വേണ്ടാതിനെയൊക്കെ ആലോചിച്ചുണ്ടാക്കുന്നതാണ്, ഇങ്ങനെ സംഗതിയൊന്നുമില്ല, എല്ലാവർക്കും എന്നോട് ബഹുമാനമാണ്, എനിക്കൊരു വില കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ പുതിയ ചിന്ത നടക്കണം. ക്ലിയറായോ? ലിങ്ക് ഇട്ടേക്കാം, എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അതിനകത്ത് 100 ചില്ലാനം ക്ലാസ്, ഇതുപോലത്തെ ക്ലാസ് എടുത്തതിൻ്റെ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. ഇനി ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇതിപ്പോ ക്ലിയർ ആയില്ലേ? നമ്മളൊരു പുതിയ ചിന്ത കണ്ടുപിടിക്കണം. ആ ചിന്ത കൊണ്ട് നമ്മുടെ ഹാർട്ട് ഫീലിംഗ് പോകും. എന്നിട്ട് ആ ചിന്തനെ നമ്മൾ ഫുൾ ടൈം മനസ്സിൽ കൊണ്ട് നടക്കണം. അങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യും. അവിടെ അത് അതാണ് ആ ചിന്ത അവിടെ രജിസ്റ്റർ ചെയ്യുന്നവരെ നമ്മുടെ ഈ ചിന്ത മാറിപ്പോകും. അത് ചെയ്യണം. അതിനാണ് നമ്മുടെ ഫുൾ ടൈം ചിന്ത കൊണ്ട് നടക്കണം. നമ്മുടെ NLPയിലെ ഒരു കുഞ്ഞു കാര്യം ഇന്നിപ്പോൾ കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. NLP ഇങ്ങനെ വിശാലമായ ഒരു സംഗതിയാണ്. NLPക്ക് നമ്മളെ പല ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ ബേസിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി ഉണ്ട്, ഇങ്ങനെ പല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ പുതിയതായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മിക്കവാറും
വിഷു കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഓക്കെ. ആശയ Thank you, sir. ക്ലിയറായോ? സർ ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? Thank you, sir. ഓക്കെ, വെൽക്കം. താങ്ക് യു സർ.